ഹായ്, ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് ഷവായാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് സ്കിന്നോട് കൂടിയുള്ളൊരു ഫുൾ കോഴിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് കുത്തി പരിക്കേൽപ്പിക്കണം. ഇത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച സാധനമാണ്. അപ്പം ജസ്റ്റ് ഈ ഫോർക്ക് വെച്ചിട്ടൊന്ന് എല്ലായിടത്തിലൊന്ന് കുത്തി നമ്മൾ ഇതിൻ്റെ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് എല്ലായിടത്തിലും ജസ്റ്റ് ഒന്ന് ഫോക്ക് വെച്ചിട്ട് ഒന്ന് അതിനെ കുത്തി കുത്തി ഒന്ന് സെറ്റ് ചെയ്യണം. അടുത്ത നമുക്ക് ഇതിനുള്ള മസാല എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് പൊടിയുപ്പ്, കുറച്ച് പെപ്പർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി, ഓക്കെ, കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്താൽ ഇത് ജസ്റ്റ് കളറിന് വേണ്ടി മാത്രം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതുവരെ ഈ ഒരു കുറച്ചൊരു വെള്ളം മോഡലായിരിക്കും, കാരണം നമ്മൾ വിനാഗിരി ഇതെല്ലാം അയച്ചാണോ. എന്നിട്ട് നമ്മളിതാ നേരത്തെ കുത്തി പരിക്കേൽപ്പിച്ച ചിക്കനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് എല്ലായിടത്തിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. പുറത്തേക്ക് ഒന്ന് റെസ്റ്റിന് വെക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റിന് വെച്ച ചിക്കൻ ഇനി നമ്മളിതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് പുഴുങ്ങുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. തീ എത്തിക്കുക. കുറച്ച് വെള്ളം എടുത്താൽ മതി, കുറച്ച് വെള്ളം ഇഡ്ഡലി പാത്രം വെച്ചിട്ട്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒരു അരിപ്പത്തട്ടുണ്ട്, ആ തട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് ചിക്കൻ പുഴുങ്ങിയെടുക്കാം. ഓക്കെ, നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ചിക്കൻ വെന്ത് വരുന്നപ്പോഴത്തേക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം. കുറച്ച് മല്ലിയില, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ലൈമ്. കുറച്ച് ഗരം മസാല. ഇതൊന്ന് അരച്ചിട്ട് വരാം. ഓക്കെ, ഇതിന് വരട്ടാനുള്ള മസാല സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ പുഴുങ്ങി എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ചിക്കൻ ഇത് രണ്ടാമത്തെ കോട്ട് മസാല അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെണ്ണ വെച്ചിട്ട് ഒന്ന് ബോയിൽഡാക്കി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, നമ്മളെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കുറച്ച് ഓയിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഇളക്കി വെച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഹോം മെയ്ഡ് ഷവായി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു മസാല വേണം. അപ്പോൾ നമ്മൾ ഇപ്പം ചിക്കനിലേക്ക് തേച്ചതിൻ്റെ ബാക്കി മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, മറ്റേത് ഒന്ന് അതിൻ്റെ പച്ച മണം പോകുന്നവരെ ഒന്ന് വഴറ്റിയാൽ ഇതിനുള്ള മസാലയായി കയറാം.
ഇതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഷവായിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയൊരു മസാലയായി. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹോം മെയ്ഡ് ഷവായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ട്. ഓക്കെ, ചെറിയ പീസ് എടുത്തിട്ട് ടിപ്പ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.